ഹായ് ഹലോ. നമ്മുടെ ജാങ്കോയിൽ ഡിഫോൾട്ടായിട്ട് ഒരു അഡ്മിൻ പാനലുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ നമ്മളെ വീഡിയോൻ്റെ ബേസിക് കാര്യങ്ങൾ കഴിയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചെയ്ത പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഇത് കാണിക്കുന്നത്, ഡിഫോൾട്ട് അഡ്മിൻ പാനൽ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, നമ്മളത് റണ്ണായിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് ചെയ്ത കേട്ടോ, ആ ഒരു സി വിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ വെബ്സൈറ്റിൻ്റെ അതാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ /admin അടിച്ച് അഡ്മിൻ പാനലിലേക്ക് പോകണം. ബാക്ക് എൻഡ് ഇപ്പോൾ പോകണില്ല. അപ്പോൾ നമുക്ക് അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് മൈഗ്രേറ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കമാൻഡ് മേക്ക് മൈഗ്രേറ്റ് കൊടുക്കുക. മൈഗ്രേഷൻ എന്നാണ്, മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ ഓക്കെ, അവിടെ വേറെ ഇഷ്യൂകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ ചെയ്തു. ഇനി ക്രിയേറ്റ് സൂപ്പർ അഡ്മിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് സൂപ്പർ അഡ്മിൻ. സൂപ്പർ യൂസർ ആട്ടോ. എന്താ ഇഷ്യൂ എന്നുള്ള ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളോട് ഒരു യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കുക. ഞാൻ അഡ്മിൻ കൊടുത്തു. ഇമെയിൽ ഞാൻ കൊടുക്കണില്ല, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഞാൻ എസ് കൊടുത്തു. നമുക്ക് സക്സസ് ആയി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് റൺ ചെയ്ത് നോക്കാം. റൺ സെർവർ കൊടുത്തു. ഈ ഒരു പേജ് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് അവിടെ കിട്ടും, കണ്ടോ. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജാങ്കോ ഡിഫോൾട്ടായി ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ പാനൽ നിങ്ങൾക്ക് കിട്ടും. അഡ്മിൻ എന്ന് പറഞ്ഞൊരു യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണിത്. ഈ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് പേജ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ജാസ്മിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഇത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ഗൈസ്.